ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് എവർക്കും സ്വാഗതം. ഞാൻ ജ്യോത്സ്യം വിജയം കൊട്ടു. ശുക്രന്റെ രാശി മാറ്റത്തെ പറ്റി പറയുന്നത്, ശുക്രൻ രാശി മാറുമ്പോൾ ഇതുവരെ മേടത്തിൽ നിന്നത് ഇടവത്തിലേക്ക് മാറുകയാണ്. മിഥുനം 15-ാം തീയതി, ജൂൺ 29-ാം തീയതി ഏകദേശം രാത്രി 11:40 കൂടിയിട്ടാണ് ശുക്രൻ സ്വക്ഷേത്രമായിട്ടുള്ള ഇടവക്കൂറിലേക്ക് വരുന്നത്. ഇടവക്കൂറിലേക്ക് വരുന്ന സമയത്ത് ഏകദേശം ജൂൺ 29 തൊട്ട് ജൂലൈ 26-ാം തീയതി വരയ്ക്കും അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ ശുക്രന്റെ രാശി സ്വക്ഷേത്രത്തിൽ വരുമ്പോൾ എന്താ ചോദിച്ചു പറഞ്ഞാൽ ചില ആളുകൾക്കെല്ലാം, ചില രാശികൾക്കല്ല, അല്ലെങ്കിൽ ചില കൂറുകൾക്കെല്ലാം മാളവ്യ യോഗം സംഭവിക്കുന്നു എന്ന് പറയും. മാളവ്യ യോഗം നല്ലൊരു യോഗം, പഞ്ചമഹായോഗത്തിൽ ഒരു യോഗമാണ് മാളവ്യ യോഗം. മാളവ്യ യോഗം എന്ന് പറയുമ്പോൾ ശുക്രൻ സ്വക്ഷേത്രത്തിലോ മൂലക്ഷേത്രത്തിലോ, സ്വക്ഷേത്രം ഇടവം, മൂലക്ഷേത്രം തുലാം, ഉച്ചക്ഷേത്രം മീനം, ഇതാണ് ശുക്രന്റെ ക്ഷേത്രങ്ങൾ. അപ്പോൾ സ്വക്ഷേത്രത്തിലോ മൂലക്ഷേത്രത്തിലോ ഉച്ചക്ഷേത്രത്തിലോ ശുക്രൻ വരികയും ആ ശുക്രൻ നിൽക്കുന്ന രാശി ഇവിടെ കേന്ദ്ര രാശി പറയുമ്പോൾ 1, 4, 7, 10 എന്നാണ് കേന്ദ്രം പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഇത് അവർക്ക് മാളവ്യ യോഗം സംഭവിക്കുന്നു. മാളയോഗത്തിൽ എന്താ വെച്ചാൽ വാഹന സംബന്ധമായിട്ടുള്ള മേൽക്കോയ്മകൾ, ധാരാളം പണങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ, ധാരാളം ബിസിനസ്സുകൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ, ഭവന നിർമ്മാണം വന്ന് ചേരുവാനുള്ള സാധ്യതകൾ, ഒന്നിലധികം വാഹനങ്ങൾ വരുവാനുള്ള സാധ്യതകൾ, അതുപോലെ തന്നെ വാഹന സംബന്ധമായിട്ടുള്ള എല്ലാവിധ ജോലിക്കാർക്കും ആഹ്ലാദപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവുവാനും വൻകിട തൊഴിൽ പ്രതീക്ഷകൾ ഉണ്ടാവാനുള്ള സാധ്യതകളും, വസ്ത്രങ്ങൾ ഒന്നുകൂടി വരുവാനുള്ള സാധ്യതകളും, വസ്ത്രങ്ങൾ എത്രത്തോളം എടുത്താലും മതിയാവാത്ത അവസ്ഥയും, യഥേഷ്ടം വസ്ത്രങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയും, സുഗന്ധദ്രവ്യങ്ങളും നൽകുകയും നല്ല കിടപ്പറ അലങ്കരിക്കുകയും ബെഡ്റൂം എല്ലാം വളരെ അന്തസ്സായിട്ട് ക്ലിയർ ആക്കിയിട്ട് നല്ല സുഗന്ധദ്രവ്യമായിട്ട് നല്ല ബെഡ്റൂമൊക്കെ അടിപൊളിയായിട്ട് ഇരിക്കുന്ന ഒരു സ്വഭാവ രീതി ഒക്കെ ഈ ഒരു മാസത്തിൻ്റെ ഉള്ളൊക്കെ വന്നിട്ട് ചിലപ്പോൾ ബെഡ്റൂം മറ്റുള്ള കാര്യങ്ങളൊക്കെ വളരെ സുഖമായിട്ട് വയ്ക്കും. മദന കളത്ര സുഖഭോഗ കാരകമാണ്. ആ സുഖഭോഗത്തിൻ്റെ കാരകനാണ്. ലൈംഗിക സംബന്ധമായിട്ടുള്ള പ്രവൃത്തികൾക്കെല്ലാം വളരെ ലളിതമുള്ള ഒരു ശുക്രനാണ് കാരകത്വം കൊണ്ട് നോക്കുകയാണെങ്കിൽ കളത്രകാരകനാണ്, വിവാഹകാരകനാണ്, അതുപോലെ തന്നെ വാഹനകാരകനാണ്, വസ്ത്രകാരകനാണ്, സിനിമ മേഖലയുള്ളവർക്കെല്ലാം അതിലൂടെ കാരകനാണ്. അപ്പോൾ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഈ മാളവ്യോഗം അനുഭവിക്കും. ഈ മാളവ്യോഗം അനുഭവിക്കാനുള്ള യോഗങ്ങൾ ഇതിലൂടെയെല്ലാം വരും എന്നാണ് പറയുന്നത്. അപ്പോൾ മാളവ്യോഗങ്ങൾ പല വിധത്തിൽ വരും. ഇപ്പോൾ ആദ്യം തന്നെ ഇടവക്കൂറുകാർക്ക് മാളവ്യ യോഗമുണ്ട്. കാരണം 1-ലാണ് നിൽക്കുന്നത്. ഇടവക്കൂറുകാർക്ക് സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്ന കാരണം കൊണ്ട് മാളവ്യ യോഗമുണ്ട്. ആ മാളവ്യ യോഗം പറഞ്ഞിരിക്കുന്നവർക്ക് എല്ലാവിധ ഗുണങ്ങളും, ദാമ്പത്യ ഐക്യം, ഭർത്താവിനാൽ അല്ലെങ്കിൽ ഭാര്യയാൽ നല്ല സുഖം കിട്ടുന്ന കിടപ്പറ സുഖങ്ങൾ, അതുപോലെ തന്നെ ഭവന സുഖങ്ങൾ, അതുപോലെ തന്നെ മനസ്സമാധാനം കൊണ്ടുള്ള ഐക്യത വെച്ച് പുലർത്തുന്ന സംഭവങ്ങൾ, നല്ല ഷോപ്പിംഗ് നടത്തുവാനുള്ള സാധ്യതകൾ, സുഗന്ധദ്രവ്യങ്ങൾ വാങ്ങിച്ചു കൂട്ടുവാനുള്ള സാധ്യതകൾ, വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൂട്ടുവാനുള്ള സാധ്യതകൾ, പുതിയ വാഹനങ്ങൾ വന്ന് വാങ്ങിച്ചു കൂട്ടുവാനുള്ള സാധ്യതകൾ, ഇതെല്ലാം ഇവർക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളെല്ലാം കാണുന്നുണ്ട്. അടുത്തതായിട്ട് ചിങ്ങക്കൂറുകാർക്കാണ് വരുന്നത്. ചിങ്ങക്കൂറുകാർക്കാണെങ്കിൽ 10-ാം ഭാവത്തിൽ കേന്ദ്രസ്ഥാനമാണ്. ആ 10-ാം ഭാവം കേന്ദ്രസ്ഥാനമായെന്ന് പറഞ്ഞാൽ മാളവ്യ യോഗം അവർക്ക് സംഭവിക്കുന്നുണ്ട്. സ്വക്ഷേത്രമായതിനാൽ മാളവ്യ യോഗം സംഭവിക്കുമ്പോൾ അവർക്കും ഈ വക കാര്യങ്ങൾ, വാഹനം, വസ്ത്രം, സെലിബ്രേഷൻ, അതുപോലെ തന്നെ എൻഗേജ്മെന്റുകൾ, വിവാഹം, അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നീങ്ങിപ്പോവും. അതുപോലെ ബിസിനസ്സും മറ്റുള്ള കാര്യങ്ങളും നല്ല പ്രവർത്തനത്തിലൂടെ പോകും. വാഹന സംബന്ധമായിട്ടുള്ള ബിസിനസ് ആണെങ്കിൽ നല്ല ഉത്സാഹപരമായിട്ടുള്ള വാഹന ബിസിനസ്സുകളും, മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള മേഖലകളിലും, വാഹന സംബന്ധമായിട്ടുള്ള മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള മേഖലകളിലും, വസ്ത്ര സംബന്ധമായിട്ടുള്ള ബിസിനസ് സംബന്ധമായിട്ടുള്ള മേഖലകളും, അതിലൂടെ ഉപരി എന്ന് വെച്ച് പറഞ്ഞാൽ അതിൽ പണിയെടുക്കുന്നവർക്കും ജോലി ചെയ്യുന്നവർക്കും ഉന്നത സ്ഥാനത്തിരിക്കുന്നവർക്കും എല്ലാം നല്ല ഗുണകരമായിട്ടുള്ളതാണ്. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ ഉത്തമപരമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. അത് വിട്ടുകഴിഞ്ഞാൽ വൃശ്ചികക്കൂറുകാർക്കാണ്. വൃശ്ചികക്കൂറുകാർക്ക് 7-ാം ഭാവത്തിലാണ് ശുക്രൻ വരുന്നത്. 7 കേന്ദ്രസ്ഥാനമാണ്. അപ്പോൾ 7-ാം ഭാവം നോക്കുമ്പോൾ വിവാഹം തീർച്ചയായിട്ടും നടക്കുക. ഈ മാസത്തിൽ വൃശ്ചികക്കൂറുകാർ കുറേ ആൾക്കാർക്ക് വിവാഹം നടക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ദൂരസ്ഥലത്തെല്ലാം യാത്രകൾ ചെയ്തു വരുമ്പോൾ ഇഷ്ടംമാതിരി വസ്ത്രങ്ങൾ കൊണ്ടുവരുവാനുള്ള സാധ്യതയുണ്ട്. വാഹനം എടുത്തതും പുതിയൊരു ദൂരയാത്ര പോകാനുള്ള സാധ്യതകൾ കൂടുതലായി കാണുന്നുണ്ട്. ആ യാത്ര കൊണ്ട് പലവിധ ഉപകാരങ്ങൾ കിട്ടുവാനുള്ള സാധ്യതയും കൂടുതൽ കാണുന്നുണ്ട് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ വൃശ്ചികക്കൂറുകാർക്കും വളരെ ഉചിതപരമായിട്ടുള്ള ഒരു മാളവ്യ യോഗം അനുഭവിക്കുന്ന യോഗമാണ്. അതുപോലത്തെ പുതിയ വാഹനങ്ങൾ വാങ്ങിക്കാനുള്ള സാധ്യതയുണ്ട്.
അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സിനിമാ മേഖലയിൽ പെട്ടിരിക്കുന്ന ചിലവർക്കെങ്കിലും നേട്ടങ്ങൾ കൈവരിക്കാനുള്ള സാധ്യതയുണ്ട്. വിവാഹാദി മംഗളകർമ്മങ്ങളെല്ലാം നടക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതിന് വേണ്ട എൻഗേജ്മെന്റ്, പെണ്ണ് കാള ചടങ്ങ് എന്നിവ നടക്കുവാനും സാധ്യതയുണ്ട്. അത് വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് മാളവിയോഗം വരുന്നത് കുംഭക്കൂറുകാർക്കാണ്. കുംഭക്കൂറുകാർക്ക് 4-ാം ഭാവമാണ് കേന്ദ്രസ്ഥാനം. 4-ാം ഭാവത്തിൽ കേന്ദ്രസ്ഥാനം വരുമ്പോൾ വാഹനം, 4-ാം ഭാവത്തിന്റെ ഭാവം കൊണ്ട് നോക്കുമ്പോൾ വാഹനം തന്നെയാണ്. വാഹന കാരകനും കൂടിയാണ് ശുക്രൻ. 4-ാം ഭാവം ഭവനത്തിന്റെയും വാഹനത്തിന്റെയും ഒരു ഭാവം കൊണ്ട് നോക്കുന്ന സമയത്തുള്ളതാണ്. ഭവനം കൂടാതെ ഭവനത്തിനോടൊപ്പം പുതിയ ഭവനം കെട്ടുന്നതോടൊപ്പം തന്നെ വാഹനം വന്ന് ചേരുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അത്യുത്സാഹകരമായിട്ടുള്ള നേട്ടങ്ങളുടെ ഒരു കാലമായിരിക്കും. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ഉത്സാഹപരമായിട്ടും അവർക്ക് വേണ്ടത്ര സംശയങ്ങളും മറ്റുള്ളതും എല്ലാം നെഗറ്റീവ് എല്ലാം അകറ്റി വെച്ച് പോസിറ്റീവായിട്ടുള്ള ഒരു ലെവലിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. നല്ല ഭവനം, ആഡംബര ഭവനം വെക്കാനുള്ള യോഗങ്ങൾ നന്നായി കാണുന്നുണ്ട്. ആഡംബരപരമായിട്ടുള്ള കാറുകൾ വാങ്ങിക്കുവാനുള്ള സാധ്യതയുണ്ട്. ആഡംബര വാഹനങ്ങൾ, വലിയ വില കൂടിയ 1 കോടി 1.5 കോടി ഉറുപ്പിന്റെ വാഹനങ്ങൾ, അല്ലാത്ത ഇടത്തരം ആൾക്കാർക്കാണെങ്കിൽ ചുരുങ്ങിയത് 12 ലക്ഷം 15 ലക്ഷം ഉറുപ്പിന്റെ വാഹനങ്ങളെല്ലാം വാങ്ങിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. എക്സിക്യൂട്ടീവ് വാഹനങ്ങളെല്ലാം വാങ്ങിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലത്തെ ഭവനം വയ്ക്കാനുള്ള കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. അതൊക്കെയാണ്. അപ്പോൾ ഇടവക്കൂറുകാർക്കും ചിങ്ങക്കൂറുകാർക്കും വൃശ്ചികക്കൂറുകാർക്കും കുംഭക്കൂറുകാർക്കും ഈ 4 കൂറുകാർക്കാണ് മാളവയോഗം സംഭവിക്കുന്നത് എന്നാണ് ചുരുക്കത്തിൽ പറയുന്നത്. ഈ മാളവയോഗത്തിലൂടെ ഇവർക്ക് ഈ നേട്ടങ്ങളെല്ലാം കൈവരിക്കാനുള്ള സാധ്യതയുണ്ട്. നമസ്കാരം.